ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറേ ആലോചിച്ച് ലോങ് വീഡിയോ എടുക്കണമെന്നുള്ളത്. ഒരു മിനിറ്റ്, ലൈറ്റിൻ്റെ ഒരു പ്രശ്നം. ലോങ് വീഡിയോ എടുക്കണമെന്ന് കുറേ ആലോചിച്ച് ഞാൻ എന്തായാലും എടുത്തേക്കാം, ഒരു കുഞ്ഞു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. അപ്പോൾ ഇപ്പോൾ സമയം 2:30 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 6 മണിക്കാകുമ്പം 6 മണിക്കായിരിക്കും ഇറങ്ങും. നമുക്ക് പാലക്കാട് നിന്ന് 8 മണിക്ക് 8:45 എന്തോ ആണ് ബസ്. കറക്റ്റ് എനിക്ക് ടൈമൊന്നും അറിയത്തില്ല. അതിൻ്റെയൊക്കെ ആൾ ഷിനാജാണ്. അപ്പം പാക്കിങ് ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ബെഡിൻ്റെ അവസ്ഥ. ഇതാണിപ്പോൾ നിലവിലെ ബെഡിൻ്റെ അവസ്ഥ. എല്ലാ സാധനങ്ങളും കുറച്ചൊക്കെ മടക്കി വെച്ച് ഇനി ഇതേ പെട്ടി അവിടെ ഇരിക്കുകയാണ്. അതിലോട്ടാക്കണം, ബാഗിലോട്ടാക്കണം. പിന്നെ അതൊക്കെ നമുക്ക് ട്രെയിനിലിരുന്ന് കഴിക്കാനുള്ള ഫുഡാണ്. ഫുഡിന് നല്ല പ്രശ്നം വരുമല്ലോ, അപ്പം അതിന് വാങ്ങിച്ചാണ്. ഇതൊക്കെ എന്തായാലും ഒന്ന് പെട്ടിയിലാക്കട്ടെ. ഓരോന്ന് ഷിനാജ് പെട്ടിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം 3 മണിയായി. തുടങ്ങിയതേ ഉള്ളു വെക്കാൻ. അയ്യാനായി കേട്ടോ. ഇതൊക്കെ അയൺ ചെയ്യുന്ന ഡ്രസ്സാണ് ഗൈസ്. എപ്പോൾ ഞാൻ തേച്ച് തീരാൻ എനിക്കറിയില്ല. ഇത് ഫുള്ള് ഷിനാജിൻ്റെ ഡ്രസ്സാണ്. ഞാൻ പറഞ്ഞു അയൺ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമില്ല, കാരണം പെട്ടി തുറന്നാലേ ചുളുങ്ങി ഇതായിട്ടിരിക്കുമായിരിക്കും. പിന്നെ എന്താ, ഷിനാജിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി എല്ലാം തേച്ച് കൊടുക്കാമെന്ന് ഓർത്ത്. ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത്. ഇതേപോലത്തെ ഇങ്ങനെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനും പറ്റും. ഇത് രണ്ടും ഇങ്ങനെ ടൈറ്റാക്കി ഇത് ഇങ്ങനെ സെറ്റായിട്ട് ഇരുന്നോളും. ചെരുപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള കവർ കുറച്ചുണ്ട്, ഒരു 8 എണ്ണം ഉണ്ട്. പിന്നെ പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ, ഫേസ് വാഷ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് വെക്കാനുള്ളത്. ഇതിൽ ഞാൻ എൻ്റെ ഇന്നർ വെയേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിനാജും ഉമ്മയും കൂടെ ഒന്ന് മണ്ണാർക്കാട് വരെ പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് ഞാൻ വരും. അപ്പോൾ ഗൈസ് ഞാൻ വോട്ട് ചെയ്തു, എൻ്റെ ഫസ്റ്റ് വോട്ട്. ഞങ്ങൾ 3 പേരും കൂടെ പോയി ചെയ്തത്. അപ്പോൾ എന്തായാലും വേഗം തന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. പെട്ടി ഓൾമോസ്റ്റ് ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങൾ ഇതിൽ വെക്കാനുണ്ട്. ബാക്കിയൂടെ ഞാൻ പെട്ടെന്ന് റൂമിൻ്റെ അവസ്ഥ നോക്ക്, വേഗം ഞാൻ സെറ്റാക്കട്ടെ. എന്തൊക്കെ സാധനങ്ങളാണ് മറക്കാതെ എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ചെറിയൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ലിസ്റ്റ് നോക്കിയിട്ടൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്തത്. ഇനി എന്താകും ഏതാകുമെന്ന് അറിയത്തില്ല. നമ്മൾ എത്രയൊക്കെ ഓർത്ത് എന്തൊക്കെ സാധനം എടുത്ത് വെച്ചാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ മറക്കുമല്ലോ. അതെല്ലാ യാത്രയിലും ഉറപ്പായിട്ട് നടക്കുന്ന കാര്യമാണ്. നമുക്ക് 9:30 കേട്ടോ പാലക്കാട് നിന്ന് ചെന്നൈയിലേക്ക് ബസ്. നമ്മൾ ചെന്നൈയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് നമുക്ക് ഡൽഹിക്ക് പോകാനുള്ള ട്രെയിൻ. ഡയറക്റ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 7:30 7:45 ആയപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി പാലക്കാട് പോയി ഇറങ്ങിയിട്ട് നമ്മളങ്ങനെ ബസ്സിൽ കയറി പോവും. നമ്മൾ KSRTCയുടെ വോൾവോ AC സ്ലീപ്പറാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓർഡർ ചെയ്തെന്നൊക്കെ എന്തൊരു കനാണിതിന്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും തട്ടി വീഴും. വീട്ടിൽ വരാം. ഇവിടെ നിന്ന് ഇങ്ങനെ കയറുമ്പോൾ മാത്രമേ ജസ്റ്റ് ഞാൻ ബാഗ് പിടിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി ഫുള്ള് ഷിനാജ് തന്നെ പിടിച്ചത്, പാവം. പിന്നെ ഉമ്മ ഒറ്റക്കാവത്തില്ലേ നമ്മൾ പോയാലെന്നുള്ള ചോദ്യം വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഉമ്മ ഇന്ന് മേമാടെ വീട്ടിൽ പോയി കിടക്കും. ഞങ്ങൾ ഇതേ പോകുന്നതിൻ്റെ പിറ്റേ ദിവസം ഉമ്മ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകും. പിന്നെ ഞങ്ങൾ വന്നിട്ടേ തിരിച്ച് വരത്തുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ കറക്റ്റ് വീട്ടിൽ നിന്ന് ഒരു 7:45 8 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ്. പക്ഷേ നമ്മൾ ബസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ സമയം നോക്കിയാണ് പോയത്. 9:25 എന്തോ ആയപ്പോഴാണ് നമ്മൾ സ്റ്റാൻഡിൽ എത്തിയത്. കറക്റ്റ് 9:30 നമ്മുടെ ബസ്സും വന്നത്. ഏതാണ് നമ്മുടെ ബസ്, ആ ഓറഞ്ചും ഗ്രീനും വൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള KSRTC ഇല്ലേ, അതാണ് നമുക്ക് പോകേണ്ട ബസ് വന്നതും പെട്ടെന്ന് തന്നെ ഞങ്ങൾ ബാത്റൂമിലൊക്കെ പോയി യൂറിനൊക്കെ പാസ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ ബസ്സിലേക്ക് കയറിയത്. നമ്മുടെ കൂടെയുള്ള കപ്പിൾസ് ഇവരാണ് കേട്ടോ. ഇനിയുള്ള വീഡിയോസിലൊക്കെ ഇവരെ നിങ്ങൾക്ക് കാണാം. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ള കേട്ടോ, ന്യൂ കപ്പിൾസാണ്. അപ്പോൾ അത് ലഗേജൊക്കെ നല്ല സേഫായിട്ട് വെച്ചിട്ട് നമ്മളിത് ബസ്സിൻ്റെ അകത്ത് കയറി. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇതിൽ കയറുന്നത്. എന്നും ചോദിക്കും എന്നാ അതിൽ കയറാം. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഫാനിൻ്റെ സൗണ്ട് ഉണ്ട്, ഫാനുണ്ട്. ഞങ്ങൾ ബസ്സിൽ കയറി. ഇനി ചെന്നൈയിൽ ചെന്നിട്ട് കാണാൻ ബാക്കിയൊക്കെ. കാരണം ഇനി ഞങ്ങൾ കടന്നുറങ്ങാൻ പോകുന്നത് കണ്ടില്ലേ, ഒരാളിവിടെ ഫോണിൽ കളിച്ചിരിക്കും. നമ്മൾ ചെന്നൈയിൽ രാവിലെ വെളുപ്പിനെ എത്തത്തുള്ളൂ. 6:30 മണിക്കാവും. ഫസ്റ്റ് ടൈമാണ് ഈ ബസ്സിൽ കയറുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പോകുമ്പോഴേ
പാർസലായി കൊണ്ടുവന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. ഇവിടെ വന്നിട്ട് കഴിക്കാൻ, അല്ല പാലക്കാട് വന്നിട്ട് അല്ലെങ്കിൽ പോണ വഴി കഴിക്കാമെന്നൊക്കെ ഓർത്തു. പക്ഷേ 8-ന്റെ പണി കിട്ടി. ബസ് കറക്റ്റ് 9:30-ക്കായിരുന്നു ഇവിടെ നിന്ന് എടുക്കുന്നത്, പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്ന്. ഞങ്ങളിവിടെ എത്തിയത് 9:25. പെട്ടെന്ന് ബാത്റൂമിൽ പോയി ഞങ്ങൾ ഓടിക്കയറി. അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല, ഞാനും കഴിച്ചിട്ടില്ല. ഞാൻ കുറച്ച് ജ്യൂസ് കുടിച്ചു, ബ്രെഡ് കഴിച്ചില്ല. ഷൂ ഒക്കെ ഊരി ഇവിടെ വെച്ചിരിക്കുകയാണ്. ബാഗ് ഷിനാജിൻ്റെ പുതപ്പ് ഞാൻ എൻ്റെ തലകണിയാക്കി. അത് തരൂല, എനിക്ക് തലകണിയില്ലാതെ കിടക്കാൻ പറ്റില്ല. ഞാൻ ഈ പുതപ്പൊക്കെ വെച്ച് കിടക്കുകയാണ്. പിന്നെ എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ വേണമെങ്കിൽ ചിലവരൊക്കെ ചോദിക്കും എനിക്ക് ഈ ഒരു ഡ്രസ്സേ ഉള്ളതെന്ന്. സത്യം പറഞ്ഞാൽ രാത്രിയല്ലേ, കയറി കിടന്ന് ഉറങ്ങി നമ്മൾ രാവിലെ അവിടെ എത്തത്തുള്ളൂ. രാവിലെ വെളുപ്പിനെ ആര് കാണാൻ. അപ്പോൾ എനിക്ക് ഇട്ട് കിടക്കാൻ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് നോക്കിയിട്ടാണ് ഞാൻ ഇട്ടത്. നല്ല സുഖമാണ് ആ ടോപ്പും അതിൻ്റെ കൂടെയുള്ള ആ പാൻറ്റും കൂടി ഇട്ട് കിടന്നാൽ. ജീൻസൊന്നും എന്നെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ഒട്ടും കംഫോർട്ടബിൾ അല്ല. പാലക്കാട് നിന്ന് ഏകദേശം ഒരു 9-10 മണിക്കൂർ അത്രയും നേരത്തെ യാത്രയുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ഈ ബസ്സിൽ പോകുന്നതാണ് ഏറ്റവും അടിപൊളി കേട്ടോ. നമുക്ക് ഒന്നും അറിയേണ്ട, നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം, ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ. അങ്ങനെ നമ്മൾ ചെന്നൈയിൽ ഏതോ ഒരു സ്റ്റേഷനിൽ ബസ്സുകാർ കൊണ്ടിറക്കി. ഇവിടുന്ന് നമുക്ക് ട്രെയിൻ പിടിച്ചിട്ട് വേണം ചെന്നൈ സെൻട്രലിൽ പോകാൻ. അവിടെ നിന്നാണ് നമുക്ക് ഡൽഹിക്ക് പോകാനുള്ള ട്രെയിൻ. നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ ചെന്നൈയിലുണ്ടല്ലോ. അപ്പോൾ ഈ സമയത്ത് അവരിവിടെ ഇല്ലായിരുന്നു കേട്ടോ. വോട്ടിനായിട്ട് നാട്ടിൽ വന്നിട്ട് നാട്ടിലായിരുന്നു. എന്നാലും അവർ താമസിക്കുന്ന വീടൊക്കെ വേണമെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. പക്ഷേ നമുക്ക് അവിടുന്ന് നമുക്ക് ഡൽഹിക്ക് പോകാനുള്ള ട്രെയിൻ കയറാൻ പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ വല്ല റൂമും എടുത്തിട്ട് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് അവിടെ ഇരിക്കാമെന്നാണ് ഓർത്ത്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലത്തു നിന്ന് ഒരു ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് ചെന്നൈ ബീച്ച് എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് ഒരു ഊബർ പിടിച്ചിട്ട് നമ്മൾ നേരെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ കൊണ്ട് ഞങ്ങളുടെ ബാഗ് ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. ഇനി വൈകുന്നേരം 6 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് ഡൽഹിക്ക് ട്രെയിൻ. അതുവരെ സമയമുണ്ട്. ഇപ്പം 9:30 ആയിട്ടുള്ളൂ. ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ്. ഇനി അവിടെ കുറേ നേരം ഇരുന്ന സമയങ്ങളാണ്. ഫുഡ് കഴിച്ചപ്പോൾ സമാധാനമായി. പൊരിഞ്ഞ വെയിലത്ത് മറീന ബീച്ചിൽ കൂടെ ഉലാത്തുവാണ്. ഇതിൽ പോണ 2 കപ്പിൾസ്, അല്ല ഒരു കപ്പിൾസ് ചെരുപ്പ് ഊരിട്ടിട്ടാണ് നടക്കുന്നത്. പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് വല്ലാണ്ട് സൂര്യനൊന്നും ചൂടറിയുന്നില്ല. സൺസ്ക്രീൻ പോലും ഇട്ടിട്ടില്ല. എന്തിനു പല്ല് പോലും തേച്ചിട്ടില്ല. അതാണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ. കൈകൊണ്ട് വെറുതെ പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കി ഞാനൊന്ന് പല്ല് തേച്ച്. അല്ലാണ്ട് അതിനുള്ളൊരു സാവകാശമൊന്നും കിട്ടിയില്ല. നമ്മൾ ലഗേജൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് സമയമുണ്ടല്ലോ. എന്തായാലും ലഗേജൊക്കെ അവിടെ സേഫാക്കി വെച്ച്. ലഗേജ് കയ്യിൽ നിന്ന് പോയപ്പോൾ തന്നെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയ ഫീല്. പക്ഷേ ഷിനാജേട്ടാ മൊത്തം പിടിച്ചത് ബാഗും പെട്ടിയൊക്കെ. ഞാൻ പറഞ്ഞതാ ഞാൻ പിടിക്കാൻ തരണ്ടേ. ഇത് പിടിച്ചാണെങ്കിൽ എന്താ വിഷയം അറിയോ? പിന്നെ എനിക്ക് അടുത്ത ദിവസം ഫുള്ള് മേല് വേണി അത് ഞാൻ അറിയേണ്ടി വരും. പിന്നെ ആ ബാഗും ഞാൻ പിടിച്ചേണ്ടി വരും. അതിന്റെ ഇതൊക്കെ ഞാൻ അറിയേണ്ടി വരും. അതിൽ നല്ലത് എന്തിട്ട് ഞാനാവും. പിന്നെ ആർക്കും പറയാറില്ലല്ലോ. ഷൂ ഇട്ടത് വലിച്ചതിയായി ഗൈസ്. ചെരുപ്പിട്ടാ മതിയായിരുന്നു. അത് ഞാൻ മലയാളത്തിൽ ഞാൻ അങ്ങോട്ട് പോണപ്പോ പറഞ്ഞു ചെരുപ്പിട്ടോ. അപ്പൊ എനിക്ക് ഷൂവേ പറ്റൂ. ഞാൻ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാലോ. രാത്രി നല്ല ഫോട്ടോസ് എടുക്കും. അതല്ല നമ്മള് 4 ആളും കൂടെ നിന്നിട്ട് ട്രിപ്പ് പോവാന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടൊരു ഫോട്ടോ. നല്ല കാറ്റുണ്ട്, പറയുന്ന കേൾക്കുന്നുണ്ടോ ആവും. എന്തായാലും വെയിലത്ത് ഇവിടെ കിടന്ന് പരതുവാണ്. സമയം ഇപ്പൊ എത്രയാ? 10:30 എന്തോ ആയിട്ടുണ്ട്. ഇനി 6 മണി വരെ സമയമുണ്ട്. 6:45 നമുക്ക് ഇവിടുന്ന് ട്രെയിൻ. അതിന് മുമ്പ് എന്തായാലും ഫ്രഷപ്പ് ആകണം എങ്ങനെയെങ്കിലും. ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട്. കാരണം ട്രെയിനിൽ കയറിയാൽ പിന്നെ ഞാൻ ഓർത്തെൻ്റെ മുഖം കാണിച്ച് പറയാം. അതാണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ. അപ്പം ട്രെയിനിൽ കയറിയാൽ പിന്നെ ചെയ്തു നമുക്ക് കുളിയും ജപവും നനയൊന്നും നടക്കത്തില്ല. എന്തായാലും ഇവിടുന്ന് ഫ്രഷായിട്ട് പോകത്തുള്ളൂ. ലിപ്സ്റ്റിക്ക് ഇതേ ബാഗിലുണ്ടായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു. അതിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പൊ എന്തായാലും ശരി ഗൈസ്, ഞങ്ങളിപ്പോ ഈ മാളിലാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടത് കാണാൻ. സമയം പോണ്ടേ, അതിനിങ്ങനെ ഓരോ സ്ഥലത്ത് കറങ്ങി നടക്കും. ഇതിപ്പോ സ്ഥിരം പരിപാടിയായിരിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ കയറണം. ഇതിപ്പോ ഷൂ ഇട്ടിട്ട് കാലുവേദനയാണ് ഇതിൽ കയറണം എന്നാണ് കയറിയ.
ലഗേജ് സേഫ് ആക്കി വെച്ചതുകൊണ്ട് തന്നെ വെറുതെ റൂം എടുത്ത് കാശ് കളയണ്ടെന്ന് ഓർത്തിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നത്. സത്യമായിട്ടും കാലിന് നല്ല വേദന ആയിരുന്നു കേട്ടോ. ആ ഷൂ ഇട്ട് നടന്നിട്ട് കുറേ നടന്ന് ഞങ്ങൾ അന്നത്തെ ദിവസം. വേറൊരു കഥ, തോട്ടില് നല്ല മീൻ ഉണ്ടാവുകയാണ് ഇതിൽ കിടന്ന് മസാജ് ചെയ്യാൻ. പിന്നെ വലിയ കാര്യത്തിൽ കുറ്റം പറഞ്ഞ ആളെ ഇപ്പം ഞാൻ ഇറങ്ങി കഴിയുമ്പോൾ കയറിയിരിക്കുന്ന കുറേ നടന്ന് ഞങ്ങളപ്പോൾ എല്ലാവർക്കും നല്ല കാലുവേദന. ഇപ്പോൾ ഒരു റിലാക്സേഷന് വേണ്ടി കയറിയതാണ്. ബീച്ചിൽ നിന്ന് ഒരു 12 മണിയായപ്പോൾ നമ്മൾ ഇവിടെ വന്നതാണ് കേട്ടോ. ഇവിടുന്ന് തിരിച്ചപ്പോൾ ഏകദേശം 4:30 ഉച്ചക്ക് ഇവിടുന്ന് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതേ ബാഗൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ട്രെയിൻ കയറിയിട്ടുള്ള വിശേഷങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാവേ. പ്രത്യേകിച്ച് ഇങ്ങനെ ലോങ് വീഡിയോ ആക്കാനുള്ള കാര്യങ്ങളൊന്നും അതിലില്ലാത്തതുകൊണ്ട് ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട്